ഹലോ ഗൈസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ചും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് Edure ലേണിംഗ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജ് നമുക്ക് പിന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, മെഷീൻ ലാംഗ്വേജ് ആയിട്ടും ദെൻ അസംബ്ലി ലാംഗ്വേജ് ആയിട്ട്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ മെഷീന് ഡയറക്റ്റ്ലി മനസ്സിലാകുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീന് മനസ്സിലാകുന്ന ഭാഷയിൽ ബൈനറി കോഡ്സ് ആണ്, അത് 0 and 1s ആണ്. ഈ മെഷീൻ കോഡ് ഓരോ മെഷീൻ അനുസരിച്ച് വ്യത്യസ്തമായി കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്ങിന് അത് പഠിച്ചെടുക്കാൻ പാടായിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡ്സ്, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ മില്യൺസ് ഓഫ് ബൈനറി കോഡ്സ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അത് പഠിച്ചെടുത്ത് അതിലൊരു ഇൻസ്ട്രക്ഷൻ എഴുതുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടാണ് നമുക്ക് കരുതാം. പക്ഷേ മെഷീൻ ലാംഗ്വേജ് ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് കരുതുമ്പോൾ ഡയറക്റ്റ്ലി മെഷീൻ മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ആവും. ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽസ് ആയിട്ടും ഹാർഡ്വെയർ കമ്പോണൻസിനും ഡിവൈസ് ഡ്രൈവേഴ്സ്, അതായത് പ്രിൻ്റർ, കീബോർഡ്, മൗസ് പോലുള്ള ഡിവൈസ് ഡ്രൈവേഴ്സിനും എംബഡ് സിസ്റ്റംസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി മെഷീൻ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. ലോ ലെവൽ ലാംഗ്വേജിൻ്റെ വേറൊരു ടൈപ്പാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അസംബ്ലി ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യാം. അസംബ്ലി ലാംഗ്വേജ് നമുക്ക് നിമോണിക് കോഡ്സ്, അല്ലെങ്കിൽ മനുഷ്യന് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന തരത്തിൽ കോഡിലൂടെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് മെഷീൻസിന് പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, രണ്ട് നമ്പർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് SUB അല്ലെങ്കിൽ സബ് എന്ന് പറയുന്ന ഒരു കോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് MUL എന്ന് പറയുന്ന കോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഹ്യൂമൻസിന് കുറച്ചും കൂടെ മനസ്സിലാക്കാനും പഠിച്ചു വയ്ക്കാനും എളുപ്പമായിരിക്കും. വെൻ കമ്പയർഡ് വിത്ത് മെഷീൻ ലാംഗ്വേജ് ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇതുവഴി ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഒരു ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ മോഡിഫൈ ചെയ്യാനും എളുപ്പമാണ് എന്നുള്ളതാണ് അസംബ്ലി ലാംഗ്വേജിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന് മനസ്സിലാകുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ മെഷീൻസിനോട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഇംഗ്ലീഷ് ലൈക്ക് സിൻറ്റാക്സിലാണ്. അതായത് പ്രിൻ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുക, വേർഡ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് യൂസ് ചെയ്യാറുണ്ട്, എൽസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹ്യൂമൻ ബീയിങ്സിന് മനസ്സിലാവുന്ന തരത്തിൽ, ഹ്യൂമൻ ബീയിങ്സ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാഷയിൽ നമ്മൾ മെഷീൻസിനോട് ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. മെഷീൻസിന് ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയ കോഡ് ഒരിക്കലും മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒരിക്കലും മനസ്സിലാവത്തില്ല. ആ ഒരു ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എപ്പോഴും കൺവേർട്ട് ചെയ്യണം, ലോ ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സാണ് ഇൻ്റർപ്രറ്ററും കമ്പൈലറും. വെൻ കമ്പയർഡ് വിത്ത് ലോ ലെവൽ ലാംഗ്വേജസ് ആയ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും കമ്പയർ ചെയ്യുമ്പം ഹൈ ലെവൽ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണ്. ദെൻ അത് മെഷീൻ ഇൻഡിപെൻഡൻ്റ്, അതായത് നിങ്ങളൊരു ലിനക്സിൽ ചെയ്ത കോഡ് വേണമെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്ന സിസ്റ്റത്തിൽ റൺ ചെയ്യുക, അല്ലെങ്കിൽ മാക് OS ഉള്ള ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യുക. അപ്പം അത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് ലെസ് എഫിഷ്യൻ്റ്, നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ലെസ് എഫിഷ്യൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചും കൂടെ സമയമെടുക്കും. മെഷീൻസിന് അത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ലെസ് എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കാണുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പൈത്തൺ ആയിരുന്നാലും, ജാവ ആയിരുന്നാലും, C ആയിരുന്നാലും, C++ ആയിരുന്നാലും, C# ആയിരുന്നാലും എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതിന് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ രണ്ട് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും. കമ്പൈലർ ദ എൻ്റയർ പ്രോഗ്രാമിനെ യാണ് ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രാൻസ്ലേറ്റർ ആകുമ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഹൈ ലെവലിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം കമ്പൈലറിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു വലിയ പ്രോഗ്രാമൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രോഗ്രാം റൺ ചെയ്തൊക്കെ ലോ ലെവൽ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എറേഴ്സ് കാണിക്കത്തുള്ളൂ. എന്നാൽ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൈനിൽ എറേഴ്സ് ഉണ്ടെങ്കിലും അത് കാണിക്കുക. അതുവഴി നമുക്ക് ഡീബഗ് ചെയ്യാൻ അല്ലെങ്കിൽ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ, പ്രോഗ്രാമിൽ എഴുതിയ പ്രോഗ്രാംസുള്ള എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കമ്പൈലർ എൻ്റെ പ്രോഗ്രാമിനൊരു സെപ്പറേറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. എന്നാൽ ഇൻ്റർപ്രറ്റർ അങ്ങനെ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാതെ തന്നെയാണ് റൺ ആവുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കമ്പൈലർ കുറച്ച് റൺ ചെയ്യാൻ കുറച്ച് സ്ലോ ആയിരിക്കും. എന്നാൽ ഇൻ്റർപ്രറ്റർ റണ്ണിങ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ കമ്പൈലറിൽ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ടാമത് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എൻ്റയർ
പ്രോഗ്രാമിൻ്റെ കോഡ് വേണം നിർബന്ധമില്ല, മറിച്ച് നമുക്ക് ഒബ്ജക്റ്റ് കോഡ് റൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്താൽ മതിയോ. എന്നാൽ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിൽ അതല്ല. ഇൻ്റർപ്രറ്ററിൻ്റെ കേസിൽ എപ്പോഴൊക്കെ നമ്മൾ ആ പ്രോഗ്രാം റൺ ചെയ്യണം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചാലും ആ പ്രോഗ്രാം അല്ലെങ്കിൽ എൻ്റെ സോഴ്സ് കോഡ് നമ്മൾ റൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കമ്പൈൽഡ് ലാംഗ്വേജസിന് എക്സാമ്പിളാണ് സിയും C++. എന്നാൽ ഇൻ്റർപ്രറ്റർ ലാംഗ്വേജാണ് നമ്മളെന്ന് കാണുന്ന മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തണും ജാവയൊക്കെ ഇൻ്റർപ്രറ്റർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ പഠിച്ച 3 കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അപേക്ഷിക്കുന്നു. ആ കമൻറ്റ് ബോക്സിൽ 100 കമൻറ്റ്സ് ആവുന്ന ദിവസം നമ്മൾ അതിൽ നിന്ന് വിന്നേഴ്സിന് സെലക്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ടോപ്പ് കമൻറ്റ് നൽകിയ ഒരാൾക്ക് ക്യാഷ് പ്രൈസ് അവാർഡ് നൽകുന്നതാണ്. സോ ഈ ചാനലിൽ ഡേറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ടെക് റിലേറ്റഡ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് റിലേറ്റഡുള്ള വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സായിരിക്കും. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.